ഹലോ ഗൈസ്, ആക്ച്വലി കറണ്ട് പോകുമെന്ന് തോന്നുന്നു. ഞാൻ ജസ്റ്റ് ഒരു ചെറിയൊരു ഇത് പറയാനായിട്ട് വന്നതാണ്. ബിഗ് ബോസിൻ്റെ ഇത് കഴിഞ്ഞ ശേഷം 10-10:30 വീണ്ടും ഒരു ലൈവ് വരാമെന്ന് ഉദ്ദേശിക്കുന്നു. ഇത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യണമെന്നാണ് ആദ്യം ആഗ്രഹിച്ചത്. പിന്നെ ഓർത്തു അല്ല, ലൈവിൽ തന്നെ പറയാമെന്ന്. ബിക്കോസ് എനിക്ക് നിങ്ങളുടെ ഒരു അഭിപ്രായം കിട്ടണമെന്നുണ്ട്. ലിപ്സ്റ്റിക്ക് ഇതിരി കൂടിപ്പോയെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ബട്ട് വാട്ട് ടു ഡു, ഇറ്റ് ഈസ് അൺഫോർച്യൂൺ, കാണ്ട് ഹെൽപ്പ്. അപ്പോൾ ഈ സബ്ജക്റ്റ് നേരത്തെ പറഞ്ഞത് തന്നെ കറണ്ട് പോവുകയാണെങ്കിൽ എനിക്കൊന്നും ചെയ്യാനാകത്തില്ല കേട്ടോ. സയ്യിദ് മുഹമ്മദ് ആനക്കയത്തിൻ്റെ മരണത്തോടനുബന്ധിച്ച് ജമാഅത്ത് എടുത്ത തീരുമാനം അദ്ദേഹത്തിൻ്റെ മരണാനന്തര ചടങ്ങുകൾ നടത്തി അദ്ദേഹത്തിന് ജമാഅത്തിലുള്ള പള്ളി മസ്ജിദിൽ തന്നെ അടക്കാൻ, അവിടെയുള്ള ഖബറിസ്ഥാനത്ത് നിന്ന് അടക്കാൻ തീരുമാനിക്കുകയും അടക്കപ്പെടുകയും ചെയ്തു എന്നാണ് പറയുന്നത്. മുൻപ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു സബ്ജക്റ്റ് തന്നെയാണ് എക്സ് മുസ്ലിം എന്ന് പറയുന്നതും. എക്സ് മുസ്ലിമിൻ്റെ ലേവലിൽ അല്ലെങ്കിൽ അവർക്കൊരു സംഘടന ഉണ്ടാക്കി അതിനകത്ത് കയറി കുത്തിയിരിക്കുന്ന ലിയാഖത്ത് അലി പോലുള്ള അത്യാവശ്യം പോങ്ങന്മാർക്ക് ഇത് അവന്മാരുടെ ശരിയായ മുഖം തുറന്നു കാണിക്കാനുള്ള നല്ലൊരു ഉപാധിയാണ്. യുക്തിവാദികളിൽ പലരും വളരെ വിഷമത്തോടു കൂടി പറഞ്ഞ ഒരു കാര്യമാണ് ഇത്. അതുകൊണ്ട് തന്നെയാണ് ഈ സബ്ജക്റ്റ് ഞാൻ എടുക്കുന്നത്. ദ റീസൺ ബിഹൈൻഡ് യുക്തിവാദം എന്താണെന്ന് അറിയാവുന്നവനാണോ? യുക്തിവാദി ആയിരുന്ന ഒരു വ്യക്തി തിരിച്ച് മതവാദത്തിലേക്ക് പോകുന്ന ഒരു സിനാരിയോ, ഇറ്റ്സ് നെവർ ഹാപ്പൻഡ്. ഒരിക്കലും സംഭവിക്കാത്ത ഒരു കാര്യമാണ്. അപ്പോൾ പലരെയും നിങ്ങൾക്ക് ഉദാഹരണമായിട്ട് എടുത്ത് കാണിക്കാൻ പറ്റും. ഇപ്പോൾ ഒരു മൗലവി എന്തോ വന്നിട്ട് മൗലവീസോ ഒക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്, അപ്പോൾ ഞാൻ തിരിച്ച് മതത്തിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോഴും മതത്തിലേക്ക് ചെന്ന ഉടനെ തന്നെ മതത്തിലേക്ക് അവരെ എടുക്കുകയും ചെയ്തൊരു കാര്യമുണ്ട്. അപ്പോൾ അത് ഇതുമായിട്ട് ടച്ചപ്പ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ശരിയാണ്, യുക്തിവാദത്തിൽ നിന്ന് അവർ പിൻവാങ്ങി ഭൗതികവാദത്തിലേക്ക് വന്നു അല്ലേ, എന്തരാ ഒരു വാദം, അതിലേക്ക് തിരിച്ചു വന്നു എന്ന് പറയുന്നില്ലേ. അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റാത്തതാണ്. എന്തുകൊണ്ടെന്നാൽ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ യുക്തിവാദം, യുക്തിചിന്ത എന്ന് പറയുന്നത് എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ യുക്തിവാദിയാണെന്ന് അഭിനയിച്ചുകൊണ്ട് എന്തോ കാര്യസാധത്തിന് വന്നവരാണത്. ചിലരങ്ങനെയല്ലേ, സൗഹൃദമാണെന്ന് നമ്മൾക്കൊപ്പം ചേരും. സൗഹൃദമല്ല അത്, യഥാർത്ഥ സൗഹൃദമല്ല. സൗഹൃദം എന്താണെന്ന് സൗഹൃദം അനുഭവിച്ചവർക്ക് മാത്രം മനസ്സിലാവുന്നത്. അതേ ടൈം തന്നെയാണ് യുക്തിവാദത്തിൻ്റെ കാര്യത്തിൽ. യുക്തിവാദം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് 100% അതിലേക്ക് ഇറങ്ങി നിന്ന് ശാസ്ത്രബോധം മനസ്സിലായി ശരിക്കും പറഞ്ഞാൽ അതിലേക്ക് ഇൻവോൾവ് ആയി നിൽക്കുന്ന കുറച്ച് മനുഷ്യരുകളാണ്. ഞാൻ നേരത്തെ പറഞ്ഞത്, യുക്തിവാദിയായി അഭിനയിക്കുന്ന സംഘിയാണ് ചത്തുകയാണ് ചെയ്തത്. യുക്തിവാദിയായിട്ട് അഭിനയിച്ച ഒരു സംഘി ആണ് ചത്തത്. ഇപ്പം സംഘിവാദം കളഞ്ഞ് അദ്ദേഹം തിരിച്ച് ജമാഅത്ത് എടുത്ത് വീണ്ടും പള്ളി ഇതിൽ കൊണ്ടുപോയി കുഴിച്ചിട്ടിട്ടുണ്ട്. എനിക്കിതിനകത്തുള്ള ലോജിക്ക് മനസ്സിലാവുന്നില്ല. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു യുക്തിവാദം പറയുന്ന മനുഷ്യരെ ഉൾക്കൊള്ളാൻ പറ്റാത്തത്? ഇസ്ലാമിൽ നിന്ന് ഒരു പ്രത്യേക വിഭാഗം ജനങ്ങൾ ഒഴിഞ്ഞു പോകുന്നുണ്ട്. ഒഴിഞ്ഞു പോകുന്നതിൻ്റെ റീസൺ എന്താണെന്ന്, തീവ്രമായ മതബോധം, മതപഠനം, മതത്തിനോടുള്ള ആ ഒരു ബൂസ്റ്റപ്പ്. ഇത് സഹിക്കാൻ വയ്യാത്തവരെന്ത് ചെയ്യും? ഇത് വേണ്ടാന്ന് തന്നെ വെക്കും, മാറി നിൽക്കും. അത് യുക്തിവാദമല്ല, മനസ്സിലായോ? ശല്യപ്പെടുത്തലുകൾ കൊണ്ട്, അടിച്ചേൽപ്പിക്കലുകൾ കൊണ്ട്, സഹിക്കാൻ വയ്യാത്തത് കൊണ്ട് അവർ മാറി നിൽക്കുന്നു എന്നതിനപ്പുറം അവരെ യുക്തിവാദി ഗണത്തിൽ പെടുത്താൻ പറ്റത്തില്ല. യുക്തിവാദം KYSന്റെ ആൾക്കാരും തന്നെ അവരുടെ ബന്ധുക്കളിൽ പോലും ആരെങ്കിലും ഒരാൾ യുക്തിവാദത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ അവരെ ആ സംഘടനയിൽ നിന്ന് പിടിച്ച് പുറത്താക്കും. അതാണ് സംഘടനാ ബലവും. സംഘടന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സംഘടിച്ച് നിൽക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഇതിനകത്ത് അത്യാവശ്യ കാര്യഘട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് വന്നൊരു സംഘടന ഉണ്ടാക്കുക, സംഘടനയുടെ പേരിൽ പൈസ പിരിക്കുക, ഇതൊക്കെ ലിയാഖത്ത് അലി ചെയ്യുന്നതാണ്. സംഘടനാ പ്രവർത്തനവും അതിൻ്റെ പേരിൽ പൈസ പിരിക്കുകയും എന്നിട്ട് സ്വയം വെട്ടി വിഴുങ്ങുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണുള്ളത്. എക്സ് മുസ്ലിം എന്നൊരു സംഘടന ഉണ്ടാക്കിയപ്പോൾ തന്നെ ഞാൻ ചോദിച്ചു, മുസ്ലിമിൽ നിന്ന് മാറി നിങ്ങൾ യുക്തിവാദി ആയാൽ പിന്നെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു യൂട്യൂബ് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. യൂട്യൂബ് ഓപ്പൺ ചെയ്തതിന് ശേഷം കിതാബ് എടുക്കുക, ഒരുപാട് കോടിക്കണക്കിന് മനുഷ്യരുടെ വിശ്വാസ ഗ്രന്ഥം എടുത്തു വെച്ചിട്ട് അതിനെ അർമാദിക്കുക, അതിനെ വെച്ചങ്ങ് വൃത്തികേട് പറയുക. യുക്തിവാദി ആയി എന്ന വിചാരം, അതല്ല യുക്തിവാദം. അതിനെയല്ല യുക്തിവാദം എന്നതുകൊണ്ട് പറയുന്നത്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദൈവവിശ്വാസമില്ലായ്മയെയും നിരീശ്വരവാദത്തിനെയും യുക്തിവാദത്തിൽ കൊണ്ടുവന്ന് കെട്ടിവെക്കാൻ നോക്കുന്നുണ്ട്. യുക്തിയോടുകൂടി ചിന്ത വന്നാലേ അതിന് യുക്തിവാദം എന്ന് പറയുള്ളൂ. യുക്തി ഇല്ലാത്തൊരു കാര്യത്തിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ 1% ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു, 99% ഞാൻ എതിർക്കുന്നു എന്ന് പറഞ്ഞാൽ പോലും അത് യുക്തിവാദം ആവുകയില്ല എന്നുള്ളത് എൻ്റെ നിലപാട്. ഇനി ഈ വിഷയത്തിലേക്ക് വരാം. ഈ പുള്ളിക്കാരൻ കലിമ ചൊല്ലിയിരുന്നു, അതുകൊണ്ട് പുള്ളിയെ നമുക്ക് പള്ളിയിലടക്കം ചെയ്യാമെന്ന്. സത്യം പറഞ്ഞാൽ അയാൾ യുക്തിവാദിയല്ല. ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് അറിയാമോ? അയാളുടെ മക്കളോടെങ്കിലും അയാൾക്ക് കൺവേ ചെയ്യാൻ സാധിക്കണമായിരുന്നു. അറ്റ്ലീസ്റ്റ് മരണശേഷം ഇപ്പം ഞാൻ മരിച്ചാൽ എൻ്റെ ബോഡി എന്ത് ചെയ്യണമെന്ന് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്കൊരു ഇത് കൊടുത്തിട്ടുണ്ട്, ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. അവരതേ ചെയ്യാൻ പാടുള്ളൂ. ഇനി അവരില്ലാത്ത സമയത്താണ് എനിക്ക് മരണമെങ്കിൽ എൻ്റെ ബന്ധുക്കൾ അല്ലെങ്കിൽ എൻ്റെ നോട്ട് ഉണ്ടാവുമല്ലോ, അതിനകത്ത് ഞാൻ കൃത്യമായി പറഞ്ഞിട്ട് പോകും എന്തായിരിക്കണം എൻ്റെ ബോഡിക്ക് ചെയ്യേണ്ടതെന്ന്.
ആഗ്രഹമുള്ളവരുടെ കാര്യമാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും എന്തായാലും ചീഞ്ഞ് നാർത്തില്ല, കാരണം മുനിസിപ്പാലിറ്റിയാണ് തൂക്കിക്കൊണ്ട് പോയിക്കോളും. ഇവിടെ പബ്ലിക് ശ്മശാനങ്ങളുണ്ട്. ഒരു കാരണവശാലും ചീഞ്ഞ് നാറി മറ്റുള്ളവർക്ക് ഉപദ്രവകാരുന്ന രീതിയിൽ മനുഷ്യ ശരീരങ്ങൾ പോകത്തില്ല. ഒന്നേ മെഡിക്കൽ കോളേജിന് അത് നമുക്ക് പഠിക്കാനായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ നമുക്ക് നമ്മുടെ ശരീരം ഉപയോഗിക്കാൻ കൊടുക്കാൻ പറ്റും. അതായത് കുട്ടികൾക്ക് പഠിക്കാനോ അല്ലെങ്കിൽ അവരുടേതായ രീതിയിൽ ചടങ്ങുകൾ നടത്തി കുഴിച്ചിടാനോ അല്ലെങ്കിൽ തീ എത്തിച്ച് കളയാനോ എന്താണ് നിങ്ങളുടെ ആഗ്രഹം എന്ന് വെച്ചാൽ അങ്ങനെ തന്നെ. എനിക്കൊരിക്കലും ഒരു വേസ്റ്റായി അല്ലെങ്കിൽ ബോഡി വേസ്റ്റായി എവിടെയെങ്കിലും നിൽക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ മെഡിക്കൽ കോളേജിനാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് എൻ്റെ കുഞ്ഞുങ്ങളോട്. അപ്പോൾ ഇതൊക്കെ യുക്തിവാദത്തിൽ പെടുന്ന ഒരു സംഗതി തന്നെയാണ്. ആ രീതിയിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണമെന്നുള്ളത്. ഈ ഒരു കാര്യം അയാൾ പറഞ്ഞേൽപ്പിക്കാത്തത് കൊണ്ടാണോ, ഇനി അഥവാ പറഞ്ഞേൽപ്പിച്ചത് കൊണ്ടാണെങ്കിൽ പോലും അയാളുടെ മക്കൾക്കും ഭാര്യയ്ക്കും അല്ലെങ്കിൽ അയാളുടെ ചുറ്റും നിൽക്കുന്നവർക്കൊക്കെ തന്നെ യുക്തിവാദം എന്താണെന്ന് മനസ്സിലാകാത്തത് കൊണ്ടാണോ എന്തെന്ന് അറിയത്തില്ല, അദ്ദേഹത്തിനെ കൊണ്ടുപോയി സ്വർഗത്തിലേക്ക് പോകാനുള്ള ഹൂറികളുടെ അടുത്തേക്ക് അയക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന കൂട്ടത്തിൽ കൊണ്ടിട്ടു. ഇനി നമുക്ക് മറ്റൊരു ലെവലിലേക്ക് ഇതിനെ ചിന്തിക്കാം. എന്താണ് ഈ മനുഷ്യൻ ആ ഖബറിസ്ഥാനിൽ പെടുന്ന പെടൽ? ഇപ്പം നമ്മൾ പറയുന്ന കണക്ക് അല്ലെങ്കിൽ ഇവർ പറയുന്നത് ഈശ്വരവിശ്വാസികളായ ഒരു വിഭാഗം ജനതകൾ പറയുന്നത് പോലെ മരണശേഷം ഒരു ജീവിതമുണ്ട്, ആത്മാവ് എങ്ങോട്ടും പോകത്തില്ല. അപ്പൊ ഈ ആത്മാവ് എഴുന്നേറ്റിരുന്ന ചുറ്റും ഈശ്വര വിശ്വാസികളുടെ ഇടയിൽ ഒരു യുക്തിവാദി. ഒന്ന് ആലോചിച്ച് നോക്കിയാണ്, നിരീശ്വരവാദിയായ ഒരാൾ ഈശ്വര വിശ്വാസികളുടെ നടുക്കാണെങ്കിൽ ആ പാവപ്പെട്ട മനുഷ്യന് സ്വസ്ഥതയാണ് ഇവർ കൊടുത്തത്. ഇനി ഇവർ പറയുന്നത് പോലെ അദ്ദേഹം കലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് തിരിച്ചു വന്ന ശേഷമാണ് മരണപ്പെട്ടതെങ്കിൽ അദ്ദേഹത്തിന് സ്വർഗമാണ് ഇവർ ഓഫർ ചെയ്യുന്നത്. കിട്ടുമോ ഇല്ലെന്ന് എങ്ങനെ പറയാൻ പറ്റും? ഇത്രയധികം തെറ്റുകുറ്റങ്ങൾ ചെയ്ത ഒരു വ്യക്തിക്ക് സ്വർഗം കിട്ടുമോ? ഇല്ല. നരകത്തിലേക്ക് പോകാനായിട്ട് ഇങ്ങേർക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നു? അത് ഒരു തെറ്റായ നടപടിയായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. സോ ഇതും അതും കൂടെ ടാലി ആകുന്നില്ല. റീസെന്റ് ചേർത്തലയിൽ ഒരാൾ മരിച്ചിരുന്നു, ഒരു യുക്തിവാദി മരിച്ചിരുന്നു. ഭാര്യയും 2 പെൺകുട്ടികളാണ് ഉള്ളത്. 3 പേരും ഈശ്വര വിശ്വാസികളാണ്. 3 പേർക്കും ഭയങ്കരമായ തീവ്രമായ ഈശ്വര വിശ്വാസമാണ്. അയാളുടെ യുക്തിവാദം അയാളുടെ മക്കളെയോ ഭാര്യയെയോ തിരുത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതിന്റെ തെളിവാണ്. അവർ അങ്ങനെയാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും ഈ മരണപ്പെട്ട മനുഷ്യന്റെ ആവശ്യാർത്ഥം ആചാരങ്ങളൊന്നുമില്ലാതെ തന്നെ പുള്ളിയുടെ ശരീരം മറവ് ചെയ്തു. അത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? അവർക്ക് യുക്തിവാദം മനസ്സിലായിട്ടില്ല. അവർ യുക്തിവാദികളാകാൻ ശ്രമിച്ചിട്ടുമില്ല, താല്പര്യവുമില്ല. പക്ഷേ നമ്മളുടെ പാർട്ട്ണർ അല്ലെങ്കിൽ നമ്മുടെ അച്ഛൻ, അദ്ദേഹത്തിന് യുക്തിവാദം ഉണ്ടായിരുന്നു. അദ്ദേഹം ആഗ്രഹിച്ചത് ഈ രീതിയിലാണ് എന്നെ അടക്കപ്പെടേണ്ടത് എന്നൊരു ടേമും ഉണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ച് അവർ ചെയ്തു കൊടുത്തിരുന്നു. അതിനേക്കാൾ ഉപരി അവർ സംഘടനയാണ് വിളിച്ചിരുന്നത്. അതായത് യുക്തിവാദി സംഘടന വന്നാണ് ആ ശരീരം ഏറ്റെടുക്കുകയും അവരുടേതായ ടേമിൽ അതിനെ അടക്കം ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ ഒരു സംഘടനയുടെ പ്രാമുഖ്യം അല്ലെങ്കിൽ ഒരു സംഘടന കൊണ്ട് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് കൃത്യമായി KYS അവിടെ കാണിച്ചിട്ടുണ്ട്. യുക്തിവാദി സംഘടന അത് കാണിച്ചിട്ടുണ്ട്. എന്താണ് എക്സ് മുസ്ലിം എന്ന സംഘടന കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത്? ഇസ്ലാമിനെ തെറി വിളിക്കാനുള്ള സംഘടനയാണോ? ഇവിടെയാണ് ഈ പറയുന്ന പ്രസ്തുത സംഗതിയെ തെറ്റ് ആണ് എന്ന ടേമിലേക്ക് ഞാൻ പലപ്പോഴും പറയുന്നത്. ഇസ്ലാമിന്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമിതമായ ഗോത്രീയത അവർക്കുണ്ട്. പക്ഷെ അതിൽ നിന്ന് മുൻപോട്ട് വരാനും അതിനെ മാറ്റി നിർത്താനും തയ്യാറായ ഒരു സമൂഹം ഇവിടെ ഉണ്ട്. അത് നമ്മൾ തർക്കിക്കാൻ പാടില്ല. തെക്കോട്ടുള്ളവർക്ക് ഇലിമിന്റെ വെട്ടം കുറവാണെന്ന് വടക്കോട്ടുള്ളവർ പറയും. മലബാർ ഏരിയയിലുള്ളവർ പറയും തെക്കോട്ടുള്ളവർക്ക് ഇലിമിന്റെ വെട്ടം കുറവാണെന്ന്. അത് ഇലിമിന്റെ വെട്ടം എന്നല്ല ഞാൻ പറയാം, അവർക്ക് ജ്ഞാനപർവം കയറിയതാ. ഒരു പ്രത്യേകതരം ബുദ്ധി അവർക്ക് വളർച്ച കൂടിയത് കൊണ്ട് അവർക്കുണ്ടായ ഒരു സാധനമാണ് ഈ പറയുന്ന ഇലിമിന്റെ വെട്ടം കുറയൽ. അപ്പുറത്ത് ഇലിമിന്റെ വെട്ടം കൂടുമ്പോൾ താലിബാനിസം കയറും. അപ്പൊ താലിബാനികളായ കുറച്ചധികം ആൾക്കാരെ നേരിടേണ്ടി വരുന്ന ഒരു അവസ്ഥയിൽ ഏറ്റവും കൂടുതൽ യുക്തിവാദികൾ ഉണ്ടായി വരുന്നത് തന്നെ കോഴിക്കോട് സൈഡിൽ നിന്നാണ്. ഈ ഇലിമിന്റെ വെട്ടം കൂടിയ ഒരു ഏരിയയിൽ നിന്നാണ് ഈ ഇലിമേ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തീരുമാനമെടുക്കുന്ന ആൾക്കാർ വരുന്നത്. കോഴിക്കോടാണ് ഏറ്റവും കൂടുതലുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ യുക്തിവാദം എന്ന് പറയുന്നത് ഇവർ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുകയും ധരിക്കപ്പെടുകയും ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. എക്സ് മുസ്ലിം സംഘടന കൊണ്ട് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് ഇവർ തന്നെ പറഞ്ഞാലേ അറിയാവുള്ളൂ. ഇപ്പോൾ യുക്തിവാദികളും എക്സ് മുസ്ലിമും അങ്ങനെയുള്ള കുറേ പേര് കിടന്നുകൊണ്ട് ബഹളം വയ്ക്കുന്നു, ലഹള വയ്ക്കുന്നു. ദയവ് ചെയ്ത് പൊതുസമൂഹത്തിന്, പ്രത്യേകിച്ച് ഇതിനെ റിയാക്ട് ചെയ്യുന്ന ഫേസ്ബുക്കുകാരായ കുറച്ചധികം പേര് ഭയങ്കര വണ്ടറിൽ നിൽക്കുന്നു. വാട്ട് എന്തായി ഹാപ്പനിങ്? ഒന്നുമില്ല, സിമ്പിളാണ്. യുക്തിവാദി എന്ന് അഭിനയിച്ചുകൊണ്ട് കുറേ അധികം മനുഷ്യർ ഇസ്ലാം മതം വിട്ടിട്ട് സംഘിയാകുന്നുണ്ട്. ഇസ്ലാം മതം വിട്ടാൽ പോയി കയറാൻ പറ്റുന്ന ഏറ്റവും സേഫ് സോൺ സംഗീതമാണ് എന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ട് അവർ അങ്ങോട്ട് പോയി കയറുന്നുണ്ട്. നാളിതുവരെ ഒരു യുക്തിവാദിയെയും ഇവരാരും തല്ലിക്കൊല്ലാനും പിടിച്ചു പറിക്കാനും കൊല്ലാനുമായിട്ട് പോയതായിട്ട് എനിക്കറിയത്തില്ല, പ്രത്യേകിച്ച് കേരളത്തിലില്ല. അതേസമയം മറ്റിടത്തുണ്ടോയെന്ന് എനിക്കറിയത്തില്ല, കേരളത്തിൽ അങ്ങനെ ഒരു ചരിത്രമില്ല. ഇനി അതേസമയം യുക്തിവാദികളെ കൊന്ന ഒരു ചരിത്രം സംഘികൾക്കുണ്ട്. ഒരുപാട് പേരെ കൊന്നിട്ടുണ്ട്. ഗൗരി ലങ്കേഷ്കർ ഒരു മാധ്യമ പ്രവർത്തകയാണ്, കൊന്നുകളഞ്ഞു.
അവർ യുക്തിവാദം പോലും അല്ല പറഞ്ഞത്, കൊന്നുകളയാണ് ചെയ്തത്. അതായത് മാധ്യമപ്രവർത്തകയായാലും യുക്തിവാദിയായാലും മുസ്ലിം ആയാലും ആരായിരുന്നാലും തങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നവരെ കൊന്നുകളയുക എന്നൊരു ടേമുള്ളത് സംഘപരിവാറിനാണ്, RSSകാർക്കാണ്. അതൊരിക്കലും ഇസ്ലാമിയർക്കല്ല. ഇസ്ലാമിയർക്ക് തീവ്രമായ ജാതീയ ബോധമുണ്ട്. ജാതീയമല്ല, മതപരമായ തീവ്രത അവർക്കുണ്ട്. മത തീവ്രവാദം അവർക്കുണ്ട് തന്നെയാണ്. ഗോത്രീയത അങ്ങേയറ്റമുള്ളവരാണ്. പക്ഷേ ആ ഗോത്രീയത മാറാൻ അതിലുള്ള പെൺകുട്ടികൾ വിചാരിച്ചാൽ സാധിക്കും. കാരണം അവരുടെ ഗോത്രീയത അവരുപയോഗിക്കുന്നത് സ്ത്രീകളെ അടിമയാക്കാനാണ്. അടിമത്തം വിട്ട് പെൺകുട്ടികൾ പുറത്തേക്ക് വരുന്നിടത്ത് ഇസ്ലാം പോലൊരു ബെസ്റ്റ് മതം ഇനി ഉണ്ടാകാനില്ല. മതം ആവശ്യമാണ് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം ഒരു യൂണിറ്റി എവിടെയും വേണം. നമ്മുടെ നാട് സഞ്ചരിക്കുന്ന അല്ലെ നടന്ന് നീങ്ങുന്നത് വല്ലാത്തൊരു വൃത്തികെട്ടൊരു വൈബിലേക്കാണ് പോകുന്നത്. അത് ഒരു മതരാഷ്ട്രം ഉണ്ടാക്കണം, മതവാദികളെ ഉണ്ടാക്കാനും മതം കൊണ്ട് ജീവിക്കാനും ആഗ്രഹിക്കുന്ന കുറെ മതം പിടിച്ച ആളുകളാണ് ഇപ്പോഴുള്ളത്. അവർക്കെതിരെ നിൽക്കാൻ ഇത്തരക്കാർ ഇവിടെ എക്സിസ്റ്റ് ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ അതിൻ്റെ തീവ്രത അത് ഭയങ്കര വൾഗറാണ്. സ്വന്തം മതത്തിലുള്ളവർക്കെതിരെ പോലും ആ തീവ്രതയും കൊണ്ട് വരുമ്പോഴാണ് പ്രശ്നമുണ്ടാകുന്നത്. പലർക്കും മനസ്സിലാകത്തില്ല. പലപ്പോഴും എന്നോട് പലരും ചോദിച്ചിരുന്നത്, ആശയ സംവാദത്തിൽ എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്, ഇസ്ലാമിനെതിരെ നീ ഒരുപാട് പറയുന്നുണ്ട്, പിന്നെ നീ അവരെ പ്രൊട്ടക്ട് ചെയ്യുന്ന കണക്ക് സംസാരിക്കുന്നത് എന്താണ്, നീ എന്താ മതം വിടാത്ത? ഈ ചോദ്യങ്ങൾക്കുള്ള ഒരു ഉത്തരമാണ് ഞാൻ തരുന്നത്. മതം അതെൻ്റെ അമ്മയും അച്ഛനും എനിക്ക് തന്ന ഒരു സാധനമാണ്. അത് ഉപേക്ഷിക്കണമെന്ന് എനിക്ക് തോന്നുന്നിടത്ത് ഞാനത് ഉപേക്ഷിക്കും. എനിക്കത് ഉപേക്ഷിക്കേണ്ട കാര്യമില്ല. എനിക്ക് ആ മതത്തിൽ നിന്ന് പ്രത്യേകിച്ച് ഇതുവരെയും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. വളരെ ഓപ്പണായിട്ട് പറയുന്നത്, എനിക്ക് ഇതുവരെയും അതിൽ നിന്ന് ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ബട്ട് ഇൻസ്റ്റഡ് എനിക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ട്. വിവാഹബന്ധം വേർപെടുത്തണമെന്ന് ഞാൻ എൻ്റെ വീട്ടിൽ പറയുമ്പോൾ എൻ്റെ വീട്ടുകാർ എതിർത്തു, നഖശികാന്തം എതിർത്തു, സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷെ മതം എനിക്ക് കൂട്ടുനിന്നു. കാരണം എൻ്റെ മതത്തിൽ പറഞ്ഞിട്ടുണ്ടത്രേ, ഒരു പെണ്ണിന് താല്പര്യമില്ല എങ്കിൽ പുരുഷനെ ഉപേക്ഷിക്കാം. പെണ്ണിന് തക്കതായ കാരണമുണ്ടെങ്കിൽ പുരുഷനെ ഉപേക്ഷിക്കാനുള്ള ഒരു റൈറ്റ്സ് പെണ്ണിന് കൊടുത്തിരിക്കുന്നത് ഇസ്ലാം മതം മാത്രമാണ്. ആ ഒരു റൈറ്റ്സ് ഞാൻ ഏറ്റവും അധികം ഉപയോഗിച്ചു എന്നുള്ളതാണ്. അമ്മ എന്ന നിലയിൽ എൻ്റെ കുഞ്ഞുങ്ങളെ നോവിക്കാൻ ഇഷ്ടമില്ലാത്തൊരമ്മയാണ് ഞാൻ. നുള്ളി പോലും നോവിക്കാൻ ഇഷ്ടമില്ലാത്ത ഞാനാണ്. ഞാൻ 7 വയസ്സിനുള്ളിൽ എൻ്റെ മക്കളുടെ സുന്നത്ത് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അന്താളിച്ച് നിന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ബ്രദേഴ്സിൻ്റെ സുന്നത്ത് കല്യാണം കാണുമ്പോൾ പകച്ച് പണ്ടാരടങ്ങി നിന്നൊരു സ്റ്റേജ് ഉണ്ടായിരുന്നു എനിക്ക്. ആ ഒരു ചിന്ത തന്നെ ആൺകുഞ്ഞ് ജനിച്ചപ്പോൾ തൊട്ട് എനിക്ക് വേദന തുടങ്ങിയിരുന്നു. ഇതിനെ മുറിക്കേണ്ടി വരുമല്ലോ, ഇതിനെ മുറിക്കേണ്ടി വരും, ഈ ഒരു ചിന്താഗതി ഉണ്ടായിരുന്നു. എന്നിലെ അമ്മയെ സാറ്റിസ്ഫൈ ചെയ്തതും ഈ മതം തന്നെയാണ്. വേണ്ട, അതിൻ്റെ ആവശ്യമില്ല, അത് സുന്നത്താണ്, ഫറലല്ല. അത് പഠിപ്പിച്ചതും എൻ്റെ മതം തന്നെയാണ്. സ്ത്രീ സ്വതന്ത്രയായിരിക്കണം, സെൽഫായി, അതായത് സ്വയം പര്യാപ്തം നേടിയിരിക്കണം. അക്കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു വലിയ ജാതീയതയെ അല്ലെങ്കിൽ അത്രയധികം ഈ തീവ്രതയേറിയ ഒരു ഗോത്രീയതയെ എതിർത്തുകൊണ്ട് നവോത്ഥാനം കൊണ്ടുവന്ന വ്യക്തിയാണ് മുഹമ്മദ് നബി. അത് എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. 1400 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സാധനവും കൊണ്ട് ഇന്നും ജീവിച്ചിരിക്കുന്ന മനുഷ്യരോട് ചെറിയ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ മാത്രം തീരാവുന്ന ഒരു പ്രശ്നത്തിനെ ആ വിഭാഗത്തിനെ ഒന്നടങ്കം അപരവൽക്കരിക്കുകയും അവരെ കൊന്നുകളയണമെന്ന രീതിയിൽ പറയുകയും ചെയ്യുന്നത് മറ്റാരുമല്ല, അത് സംഘികളല്ല. ഇതിൽ നിന്ന് മാറി യുക്തിവാദം സ്വീകരിച്ച സംഘികളായ എക്സ് മുസ്ലിംസാണ്. ഇവർക്കൊരു സംഘടനയുണ്ട്. എന്താണ് ഈ സംഘടന ചെയ്യുന്നത്? സ്വന്തം അന്നം, അല്ലെങ്കിൽ ആ സംഘടനയുടെ നേതാക്കളായാലും ആ സംഘടനയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവരായാലും സംഘടന അനുകൂലികളായിരുന്നാൽ പോലും അവരൊക്കെ ചെയ്യുന്നത് ദ വെരി നെക്സ്റ്റ് മൊമെന്റ് ഓപ്പൺ ആൻഡ് യൂട്യൂബ്, സിറ്റ് ദെയർ, ഓപ്പൺ ദ ബുക്ക്, പ്രത്യേകിച്ച് ഹോളി ബുക്ക് ഓപ്പൺ ചെയ്യുക, തേറി പറയുക. ഇത് തന്നെയാണ് പരിപാടി. അതുകൊണ്ട് ഇവരുദ്ദേശിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു നവോത്ഥാനമോ വിട്ടുവീഴ്ചകളോ ചേഞ്ചസോ വരുമോ? ഇല്ല. നമ്മൾ എവിടെ ചേഞ്ച് ആകണമെന്നറിയാമോ? നമ്മൾ ആദ്യം നമ്മളെ ചേഞ്ച് ആക്കണം. ചേഞ്ചസ് വരേണ്ടത് നമ്മളിൽ കൂടെയാണ്. നിങ്ങൾക്ക് എന്ത് ചേഞ്ചസ് ആണ് വരുത്താൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളത് ചെയ്ത് കാണിക്കൂ, നിങ്ങളത് പ്രവർത്തിച്ച് കാണിക്കൂ. ദാറ്റ് ചേഞ്ച് ബാക്കിയുള്ളവർ അക്സെപ്റ്റ് ചെയ്യും. കാലങ്ങൾക്കപ്പുറം എത്രയോ മനുഷ്യരുണ്ട്. ഏറ്റവും കൂടുതൽ ഇവിടെ ആരോഗ്യ മേഖലകളിൽ, പ്രത്യേകിച്ച് ഹോസ്പിറ്റൽ മേഖലകളിൽ നിൽക്കുന്നത് ക്രൈസ്തവരാണ്. നിങ്ങൾക്കറിയുമോ? ഏറ്റവും നല്ല ശാസ്ത്രജ്ഞന്മാരെ കൊന്നുകളഞ്ഞൊരു ചരിത്രം ക്രൈസ്തവർക്കുണ്ട്. 200 വർഷങ്ങൾക്കിപ്പുറം വന്നിട്ട്, 2 നൂറ്റാണ്ടാണ്, 200 വർഷങ്ങൾക്കിപ്പുറം വന്നിട്ട് മാർപ്പാപ്പ വന്ന് മാപ്പ് പറഞ്ഞൊരു കാര്യമുണ്ട്, കുന്തം. പറയൂ, നിന്റെ ലൈറ്റ് എവിടെയെന്ന് വെച്ചാണ്? ഐ നീഡ് ലൈറ്റ്. സോറി കേട്ടോ, കറണ്ട് പോയതുകൊണ്ടാണ്. ഞാൻ പിന്നീട് ഈ വിഷയമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഐ റിയലി സോറി. ഞാനിതൊരു വീഡിയോ പിടിച്ചിടാം. അതിന് ട്രാൻസ്മിഷൻ ഈസ് അൺസ്റ്റേബിൾ ആണ്. വന്നു, ഇടയ്ക്ക് പോയി വന്ന് നിൽക്കുന്നതാണ്. ഓക്കെ, സോറി കേട്ടോ, ഞാൻ വിചാരിച്ചു ഡിസ്കണക്ട് ആയി പോകുന്നു.
സോ ദാറ്റ് ഈസ് ദ പോയിന്റ്. ഇപ്പോൾ ഏറ്റവും അധികം ആരോഗ്യ മേഖലകളിൽ നിൽക്കുന്നത് ക്രൈസ്തവരാണ്. പണ്ട് കാലഘട്ടങ്ങളിൽ, പ്രത്യേകിച്ച് ഒരു 1000 വർഷങ്ങൾക്ക് മുമ്പ് വരെ ഇവിടെയുള്ള ശാസ്ത്രജ്ഞന്മാരെയൊക്കെ സ്റ്റോപ്പ് ചെയ്യിച്ചിരുന്നത് ഇവർ തന്നെയായിരുന്നു. ഇന്ന് അവര് ആ അനാട്ടമിയെ തന്നെ ബൂസ്റ്റപ്പ് ചെയ്ത് അതുകൊണ്ടൊരു വരുമാനം കണ്ടെത്തി. അതിൽ ട്രാൻസ്മിഷൻ അൺസ്റ്റേബിൾ. ഓക്കെ, ഹായ് ശിവി, ഹായ് ടീച്ചറെ. ഇതിൻ്റെ ഇത് വെട്ടം പോയി, സെറ്റാക്കി. സോ ഞാൻ പറയാൻ വന്ന പോയിന്റ് ഇത് പറഞ്ഞു തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്നത്തെ വൈകിട്ടത്തെ ലൈവും കണക്ക് തന്നെ ആയിരിക്കും. ബിക്കോസ് ഇത് ഇങ്ങനെ വന്ന് ട്രാൻസ്മിഷൻ സ്റ്റേബിൾ അല്ലാതെ നിൽക്കുന്നുണ്ട്. കറണ്ട് പോയി വന്നിരിക്കുന്ന ഇവിടെ ഭയങ്കര മഴയാണ്. സോ ഞാൻ പറഞ്ഞു തീർത്തങ്ങ് വയ്ക്കാം. ഈ പറയുന്ന എക്സ് മുസ്ലിം, പ്രത്യേകിച്ച് എക്സ് മുസ്ലിം വിഭാഗം എന്ന് പറയുന്നത് 100% വേസ്റ്റ് ആയിട്ടുള്ളൊരു സംഘടനയാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ ഈ മനുഷ്യന് സംഭവിച്ചത്. ഇദ്ദേഹം മരണപ്പെട്ടപ്പോൾ ഈ സംഘടന എക്സ് മുസ്ലിമിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിനപ്പുറം ഈ തരത്തിൽ മരണപ്പെടുന്ന ഒരു യുക്തിവാദിയെയോ അല്ലെങ്കിൽ എക്സ് മുസ്ലിം ആയിട്ടുള്ള ഒരു ടേമിലുള്ള ആളെയോ സേവ് ചെയ്യാനോ അയാളുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് പോലും ആഫ്റ്റർ മരണശേഷമാണെങ്കിൽ പോലും ചെയ്യാനോ ഇവരൊന്നും ചെയ്തിട്ടില്ല. ഇവർ പൊട്ടന്മാരാണ്, പോറന്മാരാണെന്നുള്ള തെളിവാണിത്. അതേസമയം യുക്തിവാദം എന്ന രീതിയിൽ യുക്തിവാദിയായി ജീവിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് യുക്തിവാദി സംഘടന അക്സെപ്റ്റ് ചെയ്യുമായിരുന്നു. അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം തന്നെ യുക്തിവാദം എന്താണോ ആ യുക്തിവാദം അത് അയാൾക്ക് മനസ്സിലാവുകയും ചെയ്യും. അതുപോലെ തന്നെ മരണാനന്തര ശേഷമുള്ള അയാളുടെ ചടങ്ങുകൾക്ക് യുക്തിവാദികൾ സന്തോഷപൂർവ്വം അക്സെപ്റ്റ് ചെയ്തു കൊടുക്കുമെന്ന്. ഞാൻ പറഞ്ഞില്ല, റീസെന്റ് ചേർത്തല നടന്ന വ്യക്തിയെ യുക്തിവാദികൾ തന്നെ ഏറ്റെടുക്കുകയും അവരതിനെ അങ്ങനെ തന്നെയാണ് അടക്കം ചെയ്തത്. മരണാനന്തര ചടങ്ങുകളൊക്കെ അവരാണ് ചെയ്തത്. ആ ചടങ്ങ് എന്താണെന്നൊന്നും എനിക്ക് എൻ്റെ അടുത്ത് ചോദിക്കരുത്. പക്ഷേ യുക്തിവാദികളാണ് ആ ബോഡി ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത്. അമ്മയും 2 പെൺമക്കളും സന്തോഷപൂർവ്വം അവർക്ക് കൊടുത്തു വിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് പറയുന്നത് നിങ്ങൾ ഈ എക്സ് മുസ്ലിം എന്നൊരു സംഘടനയും എക്സ് മുസ്ലിം എന്നൊരു ടേമിലേക്കും ഇതിലേക്ക് വരുന്ന ആൾക്കാർക്ക് ഒരു ഉദ്ബോധന, അതായത് അവർക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുന്നത്, നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ നിങ്ങളുടെ മതത്തിലുള്ള പ്രോബ്ലംസ് പറയുക. ദേ വിൽ അക്സെപ്റ്റ് ഇറ്റ്. ലബ്ബ വിഭാഗക്കാരെ അല്ലെങ്കിൽ ഒസ വിഭാഗക്കാരെ ഒറ്റപ്പെടുത്തുന്ന ഒരു രീതി ചങ്ങനാശ്ശേരിയിൽ ഒരു മസ്ജിദിൽ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും അപലപനീയമായ ഒരു സംഗതിയാണ് അത്. മാറ്റി നിർത്തപ്പെടുന്ന ഒരു ടേം. ഈ കാലഘട്ടത്തിൽ ജാതീയ വർഗീയത മറ്റ് മതവിഭാഗങ്ങൾക്കുണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മുടെ മതത്തിൽ അത് വരാൻ പാടില്ല എന്ന് എടുത്തു പറഞ്ഞുകൊണ്ടും അതിനെ എടുത്ത് സംസാരിച്ചുകൊണ്ടും ഒരുപാട് പേര് ആ ഒരു ആക്ഷനെതിരെ റിയാക്ട് ചെയ്തു എന്ന് മാത്രമല്ല, ഈ പറഞ്ഞ അവഗണിക്കപ്പെട്ട പയ്യൻ കേസിന് പോകുമ്പോൾ അവന് സപ്പോർട്ടീവായി നിന്നതുകൊണ്ട് ഇന്ന് അവിടെ ആ പ്രശ്നം സോൾവ് ചെയ്യപ്പെട്ടു. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം. ഇത് ഞാൻ പറയുന്നത് എത്ര പേർക്ക് മനസ്സിലാവൂല്ലെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇസ്ലാം മതത്തിലെ പ്രശ്നങ്ങൾ ഇസ്ലാമിയർ തന്നെ പറയുമ്പോൾ അവരെ ഒറ്റപ്പെടുത്താനും കല്ലെറിയാനും നിൽക്കുന്നതിന് പകരം അവരെ ചേർത്ത് പിടിച്ചാൽ അവർ നമ്മളെ വിട്ടു പോകത്തില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ മതവിശ്വാസമാണ് വലുത്, തർക്കമില്ല. ആ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് ചില ചേഞ്ചസ് അതിന് വിശ്വസിക്കുന്ന കുറച്ചു പേര് പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ വയ്യാത്തത് കൊണ്ടാണ് അതിൽ നിന്ന് മാറി നിന്നിട്ട് അവർ നിങ്ങളെ കല്ലെറിയുന്നത്. ആ കല്ലെറിച്ചിലുകൾ കൊണ്ടുള്ള പ്രശ്നം എന്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി ഭീകരവാദികളും തീവ്രവാദികളുമാണ്. കുറച്ചധികം കൂടെ നിങ്ങൾ തീവ്രവാദികളാക്കപ്പെടും എന്നതിനപ്പുറം ഒരു ബെനിഫിറ്റുമില്ല. നിർബാധം സ്ത്രീകളെ തെറി വിളിക്കാൻ നിങ്ങളുടെ ഇടയിൽ നിന്നുള്ള മുറിക്കോയമാരെ ഇറക്കി വിടുമ്പോൾ ഓർത്തുകൊള്ളൂ, അവഹേളിക്കപ്പെടുന്നത് ഇസ്ലാം മാത്രമാണ്, അല്ലാതെ വേറെ ആരുമല്ല. അതിലെ പെൺകുട്ടികളെ തെറി വിളിക്കാൻ വേണ്ടി കുറെ മുറിയന്മാരെ ഇറക്കി വിടുമ്പോൾ ഓർത്തുകൊള്ളുക, സ്ട്രെങ്ത് ആയി അതിനെ എതിർക്കാൻ തയ്യാറാകുന്ന പെൺകുട്ടികളാണ് ഇപ്പുറത്ത് നിൽക്കുന്നത്. അവർ തിരിച്ച് റിയാക്ട് ചെയ്യും. പലരും ഇപ്പൊ ഞാൻ റിയാക്ട് ചെയ്തതുപോലെ ആയിരിക്കത്തില്ല ജാമിദ റിയാക്ട് ചെയ്തത്. എങ്ങനെയാണ്? ആ റിയാക്ഷൻ നിങ്ങൾക്ക് നേരിടേണ്ടി വരും. നേരിടുമ്പോൾ അതിഭീകരവുമായിരിക്കും. നമ്മൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ, അതായത് 1400 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ഗോത്രീയ സംസ്കാരത്തിൽ നിന്ന് ഡെവലപ്മെന്റ് ആയി കൊണ്ടുവന്ന ഇസ്ലാം മതത്തിലെ പോരായ്മകൾ അവർ ചൂണ്ടിക്കാണിക്കും. കൃത്യമായി നമ്മൾ അതിനകത്ത് വീണുപോകും, തല കുമ്പിടും. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ ഈ മതത്തെ സ്നേഹിക്കുന്നവർ അല്ലെങ്കിൽ ഈ മതത്തിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നവർ എക്സ് മുസ്ലിം എന്ന ഒരു വ്യാജേന പോയി നിൽക്കുന്ന സംഘി കൂട്ടങ്ങളെ മനസ്സിലാക്കിച്ചു കൊടുക്കാനെങ്കിലും ശ്രമിക്കുകയാണ് വേണ്ടത്. ഇനി യുക്തിവാദികളോടാണ്, പ്രത്യേകിച്ച് എക്സ് മുസ്ലിം എന്ന് പറഞ്ഞുകൊണ്ട് യുക്തിവാദമാണ് എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾ യുക്തിവാദികളല്ല, നിങ്ങൾ എക്സ് മുസ്ലിംസ് ആണ്. നിങ്ങൾക്ക് താൽക്കാലികമായൊരു ഷെൽട്ടറായി നിങ്ങൾ കണക്കാക്കുന്ന ഈ എക്സ് മുസ്ലിം സംഘടനയോ അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റേ കൂട്ടായ്മയോ ഒന്നും നിങ്ങളെ സപ്പോർട്ട് ചെയ്യത്തില്ല. അതുകൊണ്ട് നിങ്ങൾ യുക്തിവാദം ഉപേക്ഷിച്ച് തിരിച്ചു വരുമ്പോൾ നിങ്ങളെ യുക്തിവാദി എന്ന് പറയാൻ ഞങ്ങളെ നിർബന്ധിക്കരുത്. എനിക്ക് ബുദ്ധിമുട്ടാണ്. ഇത്തരക്കാർ യുക്തിവാദികളെ അല്ല.
യുക്തിവാദം എന്ന് പറയുന്നത് അത്രയും സിവിയറായ ഒരു തോട്ടാണ്. അത് കിട്ടിയവൻ അത് ലൈഫിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര പാടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് എൻ്റെ പേരൻസ് തീവ്രമായ മതവിശ്വാസമുള്ളവരാണ്. അവരുടെ മകളായ എനിക്ക് ഒരു കാരണവശാലും യുക്തിവാദം അത്ര ഈസി ആയിട്ട് ദഹിക്കില്ല. പക്ഷെ എൻ്റെ മക്കൾക്ക് ദഹിക്കും. ബിക്കോസ് എനിക്ക് യുക്തിവാദത്തിൻ്റെ ഒരു പോർഷനെങ്കിലും ഉണ്ടെങ്കിൽ ബാക്കി ആ കുഞ്ഞുങ്ങളിലേക്ക് പകർന്നു വരും. അവരതിനെ നെഗ്ലക്റ്റ് ചെയ്യും. എൻ്റെ ചെറിയ കാലഘട്ടങ്ങളിലൊക്കെ എനിക്ക് ഭയങ്കര പ്രേതത്തിനെയും ഭൂതത്തിനെയും ഇതിനെയൊക്കെ പേടിയുള്ളൊരു അവസ്ഥയുണ്ടായിരുന്നു. ഗ്രാജുവലി ബുദ്ധി വളരുമ്പോൾ നമുക്കിതൊക്കെ ഒന്നും അല്ലാന്ന് തോന്നും. മാറി ചിന്തകൾ വരും. പക്ഷെ എൻ്റെ വീട്ടിലെ കുഞ്ഞുങ്ങൾ ചെറിയ പ്രായത്തിലെ ചെറിയ വയസ്സിലെ തന്നെ ഈ പ്രേതഭൂതാദികളെ പറ്റി ഒരു അവയർനെസ്സും ഇല്ല, ഒന്നുമില്ല, അതിനെപ്പറ്റി വിശ്വസിക്കുന്നുമില്ല. ഇല്ല. അതെന്തുകൊണ്ടാണ്? അതാണ് ഞാൻ പറഞ്ഞത്. പേരൻസ് പഠിപ്പിക്കുന്നതായിരിക്കും മിക്കവാറും കുട്ടികളിലേക്ക് ഇംപ്ലിമെൻ്റ് ആവുക. സോ യുക്തിവാദം എന്ന് പറയുന്നത് ശരിക്കും മനസ്സിലാക്കി അതിലേക്ക് മാറാൻ ഒരുപാട് കടമ്പകൾ കടക്കേണ്ടതുണ്ട്. വളരെ ധൈര്യം വേണം. ഒറ്റപ്പെടൽ, പിന്നെ ഇതേപോലെയുള്ള ആക്രമണങ്ങൾ, അപകടപ്പെടുത്തലുകൾ ഒരുപാട് രീതിയിൽ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. ഇവിടെ ഒരുപാട് യുക്തിവാദികൾ, സനൽ എഡമറുകിന്റെ അപ്പൻ, അദ്ദേഹം ജോസഫ് എഡമറുഗ്, അദ്ദേഹം ശരിയായ ഒരു യുക്തിവാദിയായിരുന്നു. അദ്ദേഹം എല്ലാ മതത്തിനെയും വിമർശിച്ചിരുന്നു. അതായത് ആളുകളുടെ മതബോധം തീവ്രമാകുമ്പോഴാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അത്തരം തീവ്രതയേറിയ മതബോധങ്ങൾ നിഷേധിക്കപ്പെടുകയും അകറ്റി നിർത്തപ്പെടേണ്ട ഒരു ആവശ്യകതയുണ്ട്. അത് മാറ്റി നിർത്തപ്പെടേണ്ടതാണ്. ഉദാഹരണത്തിന് സതി, അതൊരു തീവ്രമായ മതവിശ്വാസമാണ്, മാറ്റി നിർത്തപ്പെടേണ്ട ഒരു കാര്യമാണ്. 7 ദിവസത്തെ മാസമുറ സമയത്ത് പെണ്ണുങ്ങൾക്ക് ഫ്രഷ്ട് കൽപ്പിക്കുന്നത് മാറ്റി നിർത്തപ്പെടേണ്ട ഒരു സംഗതി തന്നെയാണ്. അതേ നാണയത്തിൽ തന്നെയാണ് ഇസ്ലാം മതത്തിലും ഉള്ളത്. ആ ഫ്രഷ്ട് ഇസ്ലാം മതത്തിലുമുണ്ട്. മറന്നു പോകണ്ട. 7 ദിവസം ഒലു എടുക്കാനോ നിസ്കരിക്കാനോ ഒന്നും പാടില്ല. ഒലു എടുക്കാമെന്ന് തോന്നുന്നു, ഞാൻ ഒലു എടുക്കാറുണ്ട്. അപ്പോൾ നിസ്കരിക്കാൻ പാടില്ല, പിന്നെ ഹോളി ബുക്ക് എടുക്കാൻ പാടില്ല. അപ്പൊ ഇങ്ങനെ നിഷ്ഠകൾ എല്ലാ മതത്തിലുമുണ്ട്. ഇത് കുറച്ചുകൂടെ ഫോർവേഡായി തിങ്ക് ചെയ്യുന്നത് ക്രൈസ്തവരാണെന്ന് എനിക്ക് തോന്നുന്നു. അവർക്ക് ഈ പ്രോബ്ലം ഒന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ അവർക്കിടയിൽ ജാതീയതയുണ്ട്. ലത്തീൻസ്, സിറിയൻസ്, കാനാനായ, അങ്ങനെ പറഞ്ഞ മാർത്തോമ, ബന്തക്കോസ്, ഇങ്ങനെ അവർ ജാതീയത വെച്ചിട്ട് വിഭാഗീയത ഉണ്ടാക്കിയതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഇവിടെ പൊയ്കയിൽ അപ്പച്ചൻ പറയ സമുദായത്തിനെ ഈ പറയുന്ന കത്തോലിക് ഇവരിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ട് അവസാനം ജാതീയതയിൽ നിന്ന് ആ വ്യത്യാസം ക്രൈസ്തവർക്കിടയിൽ ഉണ്ട് എന്ന്, അതിൻ്റെ തീവ്രത ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം സ്വന്തമായിട്ട് തന്നെ ഒരു മതം രൂപീകരിച്ചങ്ങ് മാറിയത്. മതം വേണം എന്ന് തെളിയിച്ച വ്യക്തിയാണ് പൊയ്കയിൽ അപ്പച്ചൻ. മതം നല്ലതായതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പറയ സമുദായത്തിലുള്ള, അദ്ദേഹം ചേർത്ത് പിടിക്കുന്ന പറയ സമുദായത്തിലുള്ള ഓരോ മനുഷ്യനും ഗവൺമെന്റ് ജോലിയും അവരുടെ ലൈഫ് സെറ്റിലാക്കുന്ന രീതിയിൽ ഓരോ ജനിച്ചു വീഴുന്ന കുഞ്ഞിന് വരെ പഠിത്തത്തിനുള്ള എല്ലാ പ്രിപ്പറേഷനും എല്ലാം ചെയ്തു കൊടുത്തത് പൊയ്കയിൽ അപ്പച്ചനും അദ്ദേഹത്തിന്റെ ഫാമിലിയുമാണ്. അദ്ദേഹം ചില മണ്ടത്തരങ്ങൾക്ക് സപ്പോർട്ടീവായി നിന്നു. കാരണം അത്തരം മണ്ടത്തരങ്ങളിൽ കൂടെ മാത്രമേ ഒരു വിശ്വാസിയെ നമുക്ക് നേർവഴിക്ക് നടത്താൻ പറ്റൂ എന്നുള്ള നല്ല ബോധം അയാൾക്കുണ്ടായിരുന്നു. എന്നോട് ചോദിച്ചാൽ ഏറ്റവും നല്ല യുക്തിവാദിയായിരുന്നു വെച്ചാൽ അത് പൊയ്കയിൽ അപ്പച്ചനാണ്. താൻ തന്നെയാണ് ദൈവം എന്ന് പറഞ്ഞില്ലേ, ആ കണ്ടെത്തലിനെയൊക്കെ തന്നെയാണ് യുക്തിവാദം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. യുക്തിവാദം എന്തെന്നുള്ള ക്ലാസ് അല്ല ഇത്. അതുകൊണ്ട് ഇനി യുക്തിവാദം ഇതാണോന്ന് തെറ്റിദ്ധരിക്കുകയും പാടില്ല. യുക്തിവാദം എന്താണെന്ന് ശരിയായ ഒരു യുക്തിവാദിയോട് ചോദിച്ചാലേ മനസ്സിലാവും. ഞാൻ യുക്തിവാദി അല്ല എന്ന് പറഞ്ഞു വെക്കുന്നു. ഇനി ഈ ഒരു വിഷയത്തിൽ എക്സ് മുസ്ലിം എന്ത് ചെയ്തു എന്നുള്ളതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. ഇനി തെറിത്താത്ത പറഞ്ഞു, തുറിത്താത്ത പറഞ്ഞു എന്ന് പറഞ്ഞൊരു ലിയാക്കത്തെ നീ മാറ്റി നിർത്തരുത്. ഒറ്റ ചോദ്യം, എക്സ് മുസ്ലിം എന്നൊരു സംഘടന കൊണ്ട് നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? വാട്ട് കോക്കനാട്ട് യു ആർ ഉദ്ദേശിക്കൽ വിത്ത് കോക്കനാട്ട് എക്സ് മുസ്ലിം സംഘടന? ടെൽ മീ ദാറ്റ്. നിനക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ കഴിയുന്നുണ്ടോ? അറ്റ്ലീസ്റ്റ് ഒന്ന് ഒഴിഞ്ഞു കൊടുത്തുകൂടെടാ. എന്തിനാണ് അതിനകത്ത് കയറി ഇങ്ങനെ അള്ളു പിടിച്ചാണൊക്കെ ഇരിക്കുന്നത്? ഒരുപാട് പേര് ഈ പറയുന്ന പ്രോബ്ലം ഫേസ് ചെയ്യുന്നവരുണ്ടാകും. അവരെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നിന്റെ സംഘടന കൊണ്ട് നീ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഒരു കോക്കനായിട്ട് ചെയ്തിട്ടില്ല. ഇനി വേറൊരു സംഖ്യയുണ്ട്, ആരിഫ് ഹുസൈൻ. മിടുക്കനാ, നല്ല സുഹൃത്തായിരുന്നു എൻ്റെത്. പക്ഷെ അവൻ്റെ സംഖ്യസം കണ്ടതുകൊണ്ടാണ് പോടാന്ന് പറഞ്ഞ് ഞാൻ മാറ്റി നിർത്തിയത്. അല്ലയോ സംഖ്യ ആരിഫേ, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. അവനോ ഇല്ല സാധനം, നീ ഒരു ദീൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, ആ ദീനിന്റെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായിരുന്നു? ഇന്ന് ഈ മനുഷ്യൻ യുക്തിവാദിയായി ജീവിച്ചിരുന്ന ഒരു വ്യക്തി എവിടെയെങ്കിലും യുക്തിവാദി അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഈ പറയണ യുക്തിവാദിയല്ല കേട്ടോ, ഞാൻ ഉദ്ദേശിക്കുന്ന യുക്തിവാദം വേറെയാണ്. ഇസ്ലാം വിട്ടിട്ട് പുറത്തേക്ക് വരുന്ന, ഇസ്ലാമീയത വിട്ടുവരുന്ന ഒരു യുക്തിവാദമുണ്ട്. ഇസ്ലാമിനെ മാത്രം തെറി വിളിക്കുന്ന, ഇസ്ലാമിനെ മാത്രം ആക്രമിക്കുന്ന, ഇസ്ലാമിയത്ത് മാത്രം പറയുന്ന ഒരു പ്രത്യേകതരം യുക്തിവാദം. അതാണ് ഞാൻ പറഞ്ഞത്, കുയുക്തിവാദം എന്ന് എൻ്റെ ഭാഷയിൽ പറയും. യുക്തിവാദം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു മതങ്ങളെയും സപ്പോർട്ട് ചെയ്യത്തില്ല. മതങ്ങളെന്ന് മാത്രമല്ല, മനുഷ്യന്റെ ചില അനാചാരങ്ങൾ, ചില രീതിയിലുള്ള ടേംസ്, ഇതിനൊക്കെ എഗൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നതാണ് യുക്തിവാദം. യുക്തിയോടുകൂടിയുള്ള ഒരു വാദം യുക്തിവാദം. ഇനി അതിന്റെ കൂടെ റെഫൈൻ ചെയ്യാൻ എനിക്കറിയത്തില്ല, പക്ഷെ അങ്ങനെയാണ്. ഇത് ഇസ്ലാം വിട്ട് വരുന്ന സംഘിവാദം ആണ് ഇവരുദ്ദേശിക്കുന്ന യുക്തിവാദം. എടോ, സംഘിവാദികളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നിങ്ങളൊരു സംഘടന തുടങ്ങിയാൽ എന്തുകൊണ്ട് സംഘിവാദികളെ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യുന്നില്ല എന്ന് എൻ്റെ ചോദ്യം. ഉത്തരവൊന്നും ഉണ്ടാവില്ല, വേണമെങ്കിൽ തെറി വിളിക്കും, എന്നിട്ട് പറയും ഞാനാണ് തെറി വിളിക്കാരിയെന്ന്. ബട്ട് സ്റ്റിൽ
അത് കേട്ട് വായും കയറി കുറെ പേര് പോയി ഇരിക്കുന്നുണ്ടല്ലോ, അവരോടാണ് എൻ്റെ ചോദ്യം. നിങ്ങൾക്ക് ഇസ്ലാമിൽ എന്താണ് പ്രശ്നം? ഇസ്ലാമിലെ തിരുത്തലുകൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എത്രയോ മനുഷ്യരുണ്ട്, അവരെ യുണൈറ്റഡ് ആക്കൂ, സംസാരിക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആൻസർ ഉണ്ടാകും. തെളിവഴി ഞാൻ നിൽക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞേ. എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ്, ഇസ്ലാമിന് എഗൻസ്റ്റ് പറയുന്നവരൊക്കെ കഴുത്ത് വെട്ടും, കാല് വെട്ടും, ചന്തി വെട്ടും, കൊന്തി വെട്ടും. എൻ്റെ എങ്ങും ആരും ഒന്നും വെട്ടിയിട്ടില്ല. സഹിഷ്ണുതയോടെ എന്നെ സഹകരിച്ച് എന്നെ പൊതിഞ്ഞു പിടിച്ചത് ഇസ്ലാമിയരാണെന്ന് ഞാൻ പറയും. എൻ്റെ എക്സ്പീരിയൻസ് അതാണ്. 4.5 വർഷം ഞാൻ താമസിച്ചിരുന്ന ഫ്ലാറ്റിൽ ഇസ്ലാമായിരുന്നു. എന്നെ പൊതിഞ്ഞു പിടിച്ചത് അദ്ദേഹമാണ്. എന്നെ സപ്പോർട്ട് ചെയ്ത് പ്രൊട്ടക്ട് ചെയ്ത് എനിക്ക് വേണ്ടി CCTV വരെ ഫിറ്റ് ചെയ്ത മനുഷ്യനാണ് അദ്ദേഹം. തീവ്രമായ ഒരു ഇസ്ലാമികവാദിയാണ്. പക്ഷെ ഷെഫീന പറയുന്നതിൽ എവിടെയോ കാര്യങ്ങളുണ്ടെന്ന് തോന്നലിൽ, അല്ലെങ്കിൽ ഷെഫീന വെറുതെ വായടിക്കുകയല്ല, അതിനകത്ത് പ്രവൃത്തിയും ഉണ്ടെന്ന് മനസ്സിലായെടുത്ത് എനിക്ക് ആ സംരക്ഷണം തന്ന ഒരു ഇസ്ലാമാണ്. കൂടെ ഉണ്ടായിരുന്നത് എൻ്റെ സഹോദരങ്ങളാണ്, ഇസ്ലാമാണ്. തീവ്രമായ ഇസ്ലാമിയത്ത് കൊണ്ട് നടക്കുന്നവരാണ് എൻ്റെ ഉമ്മ ഒക്കെ. എന്തുകൊണ്ട് ചെയ്യുന്നു? അപ്പൊ അതാണ് ഇസ്ലാം എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ എന്നെ തെറിക്കാരിയാക്കി ഒതുക്കുന്നതിന് പകരം ഒന്നിരുന്ന് ചിന്തിച്ചുകൂടെ? ഒന്നിരുന്ന് ചിന്തിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ? ഇനി യുക്തിവാദമാണോ? ഇനി ഞാൻ മരിക്കുമ്പോൾ എന്നെ എവിടെ കൊണ്ടടക്കും? ഈ കൺഫ്യൂഷൻ നിങ്ങൾക്ക് വേണ്ട, എൻ്റെ കുടുംബം ചെയ്തോളൂ. ഇനി എൻ്റെ കുടുംബം ചെയ്തില്ലെങ്കിൽ ഇവിടെ ഒരു ഗവൺമെന്റ് ഉണ്ട്. ഞാൻ സിറ്റിസൺ ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ ഒരു ശവം പുഴുത്തു നാറാനായിട്ട് ഇന്ത്യക്കാർ അനുവദിക്കത്തില്ല. അവരെവിടെയെങ്കിലും എടുത്ത് കുഴിച്ചിട്ടുള്ളൂ. ഡോണ്ട് ബോദർ അബൌട്ട് ദാറ്റ്. അത് ഞാൻ ആദ്യമേ തന്നെ പറയുന്നു. പക്ഷേ പലർക്കും അതാണ് പ്രശ്നം. ഞാൻ മരിച്ചാൽ എന്നെ എവിടെ കുഴിച്ചിടും? ഞാൻ യുക്തിവാദം പറഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ ഇതിനെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ എന്നെ എവിടെ കുഴിച്ചിടും? അതാണോ ശരി? വീട്ടിൽ കള്ളനോട്ട് അടിക്കുന്നുണ്ട്, വീട്ടിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള ബിസിനസ് നടക്കുന്നുണ്ട്, നിങ്ങൾക്കത് ഇഷ്ടമില്ല, നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ വീട്ടുകാരാദ്യം ബ്രെയിൻ വാഷ് ചെയ്യല്ലേ ചെയ്യുക? അവരോട് കാര്യം പറഞ്ഞു കൊടുക്കുകയല്ലേ ചെയ്യുക? അതോ പുറത്തേക്ക് ഇറങ്ങി നിന്നിട്ട് ആ വീട്ടുകാരെ ഒന്നടങ്കം പിടിച്ച് അകത്തിടാനുള്ള പണിയാണോ പറഞ്ഞു കൊടുക്കുക? ചെയ്യരുത് എന്ന് പറഞ്ഞു കൊടുത്ത് അവരെ ഒന്ന് തിരുത്താൻ നിങ്ങൾ ശ്രമിക്കില്ലേ? ആ തിരുത്തലുകളിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അടിയുണ്ടാവും, വഴക്കുണ്ടാകും, ഞങ്ങൾ എങ്ങനെ കഴിക്കുമെന്ന് ചോദിക്കും. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ വരാം. ചോദ്യങ്ങൾക്ക് ആദ്യം നിങ്ങൾ ഉത്തരം കണ്ടെത്തൂ, അവരെ പറഞ്ഞു മനസ്സിലാക്കൂ, അവരെ തിരിച്ച് ലൈഫിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കൂ. ദെയർ പോയിന്റ് ഇല്ലേ? അത്രയേ ഉള്ളൂ. ഒരുപാട് നീട്ടുന്നില്ല. ഈ ആനക്കയത്ത് നടന്ന ഈ മരണവും അദ്ദേഹത്തിനെ കൊണ്ടുപോയി ഖബറിസ്ഥാനിൽ അടക്കിയ ചടങ്ങും തീർച്ചയായിട്ടും പറഞ്ഞാൽ നെറ്റിയടി കിട്ടിയത് യുക്തിവാദികൾക്കല്ല. ദയവ് ചെയ്ത് അദ്ദേഹത്തെ യുക്തിവാദി എന്നാരും പറയരുത്. അദ്ദേഹമോ അദ്ദേഹത്തിന്റെ കൂട്ടുകാരോ അദ്ദേഹത്തിനെ പോലെ പുറത്തേക്ക് വരുന്ന, ഇസ്ലാം വിട്ട് പുറത്തേക്ക് വരുന്നവരാരോ തന്നെ യുക്തിവാദികളല്ല എന്നുള്ള തിരിച്ചറിവ് യുക്തിവാദത്തിന് വേണ്ടി വാക്കോ തോരാതെ എഴുതുന്ന വാക്കുതോരാണികളോട് പറയാനുള്ളത്. അവരാരും തന്നെ യുക്തിവാദികളല്ല, അവർ സംഘിവാദികളാണ്. എക്സ് മുസ്ലിമായ സംഘിവാദികൾ. ഒരൊറ്റ എക്സ് മുസ്ലിമിനെ സംഘിസമില്ലാതെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അവരാണ് യഥാർത്ഥ യുക്തിവാദികൾ. അവർ ഇസ്ലാമിനെ മാത്രമല്ല ഓരോ മതബോധത്തിനെയും സമൂഹത്തിലുള്ള ഓരോ വൃത്തികേടിനെതിരെയും സംസാരിക്കുന്ന സ്ട്രോങ് ആയ, സൊസൈറ്റിക്ക് വേണ്ടി ജനിച്ചു വന്ന, സൊസൈറ്റിക്ക് വേണ്ടി നിലകൊണ്ടു നിൽക്കുന്ന നമ്മുടെ പൂർവ്വപിതാക്കന്മാരെ പോലെ നമ്മുടെ സ്വാതന്ത്ര്യത്തിനും നമ്മളുടെ സുരക്ഷിതത്വത്തിനും നമ്മളുടെ സൗഭാഗ്യങ്ങൾക്കും വേണ്ടി ജീവൻ ത്യജിക്കാൻ തയ്യാറായിട്ടുള്ള വളരെ വിലയുള്ള ജന്മങ്ങളാണ് യുക്തിവാദികൾ എന്നുള്ളത്. അത് മനസ്സിലാക്കുക. അതൊരു ചെറിയ വാദമല്ല, ചെറിയ ജീവിത ശൈലിയല്ല, ചെറിയ തീരുമാനവുമല്ല. ചുറ്റുമുള്ളതെല്ലാം നഷ്ടപ്പെടുന്ന, ചുറ്റുമുള്ളവർ ആക്രമിക്കപ്പെടുന്ന, ചുറ്റുമുള്ളവരെല്ലാവരും തന്നെ നമ്മുടെ ശത്രുവാകുന്ന ഒരു വലിയ ഭീകര സത്യമാണത്. അത് ഉൾക്കൊണ്ടുകൊണ്ട് അതിനുവേണ്ടി ഓപ്പണായി നിൽക്കുകയും തുറന്ന് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന യുക്തിവാദികളെ നാണം കെടുത്തുന്ന രീതിയിൽ ഈ മനുഷ്യനെ യുക്തിവാദി മരിച്ചു ഞങ്ങൾ ഖബറടക്കി, യുക്തിവാദി മരിച്ചു ഞങ്ങൾ ഖബറടക്കി എന്ന് പറയാതിരിക്കാൻ വലിയ മനസ്സ് കാണിക്കണമെന്ന് എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾക്കൊപ്പം നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വന്നിട്ടുള്ളവൻ യുക്തിവാദി അല്ല എന്ന് ഓർക്കുക. യുക്തിവാദം അത്ര ഈസി ആക്സസ് അല്ല. അത് കിട്ടുന്ന ഒരുത്തനിക്കും അത് വിട്ടുപോരാൻ തോന്നില്ല എന്നുള്ളത് വസ്തുത. തിരിച്ചറിവിനെയും യുക്തിവാദം എന്ന് പറയാം. ഒരാൾക്ക് തിരിച്ചറിവുണ്ടായ ശേഷം വീണ്ടും മൂഢതയുണ്ടാകുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഞാനത് വിശ്വസിക്കുന്നില്ല. അതിനെ കുയുക്തിവാദം എന്ന് ഞാൻ പറയും. അത് എസൻസുകാരും ചെയ്യുന്നുണ്ട്, എക്സ് മുസ്ലിംകാരും ചെയ്യുന്നുണ്ട്, ലിയാഖത്ത് അലി സ്പെഷ്യലി ചെയ്യുന്നുണ്ട്. സോ ഞാൻ അഡ്രസ് ചെയ്യുന്ന ലിയാഖത്ത് അലിയെ തന്നെയാണ്. കാരണം ഈ സംഘടനയുടെ മേധാവായി അയാൾ ആദ്യം കയറി ഇരുന്നിട്ട് ഒരു വീഡിയോ ഇട്ടത് ഷെഫീനയ്ക്കെതിരെയാണ്. ഒരു ക്ലബ്ബ് മീറ്റിംഗ് ഉണ്ടായത് ഷെഫീനയ്ക്കെതിരെയാണ്. കാരണം ഷെഫീനയാണ് ശത്രു എന്നാണ് അയാൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അവിടെയുണ്ട് ഞാൻ എക്സ് ആണോ വൈ ആണോ എന്നുള്ളത്. മുസ്ലിം വേണ്ട എങ്കിൽ, അല്ലെങ്കിൽ ഇസ്ലാം വേണ്ട എങ്കിൽ വിട്ട് പുറത്തേക്ക് പോകും, നോ ഇഷ്യൂസ്. നിങ്ങളെ ആരും പിടിച്ച് കടിക്കത്തില്ല. മതം വിട്ട് പുറത്തു പോകുന്നവരെ അടിച്ചു കൊന്നും വെട്ടിക്കൊന്നും ചരിത്രം എന്തായാലും കേരളത്തിലെ മുസ്ലിംസിനില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഞങ്ങളുടെ വീട്ടിലൊക്കെ ഒരുപാട് ഇസ്ലാമിയർ വന്നു ചേർന്നിട്ടേ ഉള്ളൂ. മറ്റു മതത്തിൽ നിന്ന് ഞങ്ങളുടെ മതത്തിലേക്ക് വന്നു ചേർന്നവരെ ചരിത്രമുള്ളൂ. ഇവിടുന്ന് അങ്ങോട്ട് പുറത്തോട്ട് പോയവരെ ഓടിച്ചിട്ട് വെട്ടുകയോ പോകണ്ട എന്ന് വിലക്കുകയോ ചെയ്യാറില്ല. ആരും പോകാറില്ല എന്നുള്ളതും വസ്തുത. അപ്പോൾ ഇത്രയേ എനിക്ക് പറയാനുള്ളൂ. ആനക്കയത്തിൽ മരിച്ച മനുഷ്യനെ
യുക്തിവാദി എന്നുള്ള ആ ഒരു വക്രീകരണം ഒന്ന് നിർത്തിവെക്കുമെങ്കിൽ വലിയ ഉപകാരമായിരിക്കും. ഇടയ്ക്കുള്ള കറണ്ട് കട്ട് കൊണ്ട് എനിക്ക് എൻ്റെ ഫ്ലോ പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്നാലും ഏകദേശമൊക്കെ ഞാൻ പോയിന്റ് കവറപ്പ് ചെയ്തെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിനെപ്പറ്റി ഒരു എക്സ്പ്ലനേഷൻ ഞാൻ നാളെ ചെയ്തേക്കാം. ഇന്നിപ്പോൾ എത്രയുള്ളത് കേട്ടതുകൊണ്ട് സഹിഷ്ണുത ഒട്ടും ഇല്ലാത്തത് കൊണ്ട് ഈ ഒരു വിഷയത്തിൽ ഭയങ്കര ദേഷ്യം വന്നത് കൊണ്ടുമാണ്. ആൻഡ് KPO റഹ്മത്തുള്ളയ്ക്കും കൂടെയാണ് ഞാൻ പറയുന്നത്, പൊന്നു ചേട്ടാ അങ്ങ് നിർത്ത് കേട്ടോ. ആദ്യം നിങ്ങളുടെ മതത്തിലുള്ള നിങ്ങളുടെ സ്വന്തം നാട്ടുകാരനായ ജംഷീർ ചെയ്യുന്ന ആ വൃത്തികേടിനെതിരെ നിങ്ങൾക്ക് ഒരു വിരലനക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മഹത്തരമായ വിശ്വസിക്കുന്ന നിങ്ങൾ കൊണ്ട് നടക്കുന്ന നിങ്ങളുടെ ഇസ്ലാമികവാദം ശരിയാണെന്ന് ഞാൻ പറയും. നിങ്ങളുടെ ഇസ്ലാമിന്റെ പേരിലാണ് അയാൾ എന്നെ പച്ചത്തെറിയും എൻ്റെ തന്തയ്ക്കും തള്ളയ്ക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അപ്പനില്ല എന്നൊക്കെ പറയുന്നത്. ആദ്യം നിങ്ങളതൊന്ന് നിർത്തലാക്കാൻ ഒരു ശ്രമമെങ്കിലും നടത്തൂ. ഐ മീൻ ദിസ് വിരലെങ്കിലും ഒന്ന് അനക്കൂ. അതിനുശേഷം നിങ്ങൾ ഈ ഒരു സാധനം ഗ്രൂപ്പിലൊക്കെ കൊണ്ടിടുന്നതല്ലേ അതിൻ്റെ ഒരു ശരിയായ പരിപാടി. ഈ കാണിക്കുന്നത് പ്രഹസനമായിട്ട് മനസ്സിലായത് കൊണ്ടാണ്, നിങ്ങളുടെ കമന്റ് കൊണ്ടും നിങ്ങളുടെ ഒരു മെസ്സേജ് കൊണ്ടുമാണ് ഞാൻ ഈ വിഷയം എടുത്തത് തന്നെ. അപ്പോൾ റഹ്മത്തുള്ള അണ്ണാച്ചിക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ മതത്തിനെ ആരെങ്കിലും വെറുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാർ നിങ്ങൾ മാത്രമാണ്, മറ്റാരുമല്ല. നിങ്ങളുടെ മതത്തിലുള്ള തീവ്രത ഒന്നുകൊണ്ടുകൊണ്ടാണ് അതങ്ങനെ നടക്കുന്നത്. എന്തുകൊണ്ട് Xഉം Yഉം ക്രോമസോമും ഒന്നും വിദേശ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് മതരാജ്യങ്ങളായ ദുബായിലും സൗദിയിലും ഒന്നും ഉണ്ടാകുന്നില്ല എന്ന് മനസ്സിലാകുന്നുണ്ടോ? അവിടെ അങ്ങനെ ഉണ്ടായാൽ തന്നെ അതൊരു ഇഷ്യൂ അല്ല. മാറിപ്പിക്കോ, ഒരു കുഴപ്പമില്ല. ഫ്രീഡം അത് ഓരോ മനുഷ്യന്റെയും ജന്മാവകാശമാണ്. അവരുടെ സ്വാതന്ത്ര്യത്തിലേക്ക് കൈകടത്തി വെച്ച് നിങ്ങളുടെ മതബോധം പറഞ്ഞാൽ ആ മതം പറയുന്നവനെ വെട്ടാനായിരിക്കും ആളുകൾ കൈയെടുക്കുക, അല്ലെങ്കിൽ കമ്പെടുക്കുക, അല്ലെങ്കിൽ വാളെടുക്കുക. അല്ലാതെ ഇങ്ങനെ ഒരു ലേബൽ നിങ്ങൾ ഇതിന് കൊണ്ടുവരുമ്പോൾ ബോധമില്ലാത്ത കുറച്ച് മനുഷ്യർ നിങ്ങളെ കൈകൊട്ടി പ്രോത്സാഹിപ്പിക്കുകയും വെരി ഫണി, വെരി ഗുഡ് എന്ന് പറയുമ്പോൾ ഒരു കാരണവശാൽ ഇത് അക്സെപ്റ്റ് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. മുസ്ലിമുകളെ യുക്തിവാദികൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് തള്ളി കയറരുതേ. പൊന്നു KPO ചേട്ടാ, നടക്കുന്ന കേസല്ലത്. മരിച്ചത് സംഘവാദമുള്ള സംഘിയായ ഒരു മുസ്ലിമാണ്. അത് മതി, അലങ്കാരികമായി അത് മതി. യുക്തിവാദി എന്ന് നിങ്ങൾ പറയരുത്. പറഞ്ഞാൽ ഈ ഗ്രൂപ്പിൽ പറയാനുള്ളത് ഞാൻ ഇവിടെ ഒന്ന് പറയണത് എന്താന്ന് വെച്ചാൽ ഇതാണ് ശരിയെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ്. ബാക്കി ഞാൻ ഗ്രൂപ്പിൽ പറയും. ദാറ്റ് മീൻസ് വാട്ട്? തെറി താത്ത ഓൺ ഫയർ. അതാണ് മറുപടി. താങ്ക് യു സോ മച്ച്. വൈകുന്നേരം വീണ്ടും കാണാം നമ്മുടെ ഇക്കോസുമായിട്ട്. ഞാൻ ഇപ്പോൾ ഇക്കോസ് കാണട്ടെ, ഡീറ്റെയിലുമായിട്ട് വൈകിട്ട് വരുന്നതായിരിക്കും. കറണ്ട് പോയില്ലെങ്കിൽ വൈകുന്നേരം കാണാം. ഇടയ്ക്ക് കട്ടായത് കൊണ്ട് ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ട്. സോറി ഫോർ ദാറ്റ്. ബൈ ബൈ.